നെടുമ്പാശ്ശേരിയിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന ആരോപണം ശക്തം. കഴിഞ്ഞ രാത്രിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോ മരിച്ചത്. ഇടിച്ച കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥന്റേതാണ്. കാർ യുവാവുമായി റോഡിലൂടെ കുറെ ദൂരം വലിച്ചിഴച്ച് നീങ്ങിയതായി ദൃക്സാക്ഷി പറയുന്നു. 2 CISF ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് അരുൺ ശങ്കർ ചേരുന്നുണ്ട് നമുക്ക് വിശദാംശങ്ങളുമായി. അരുൺ, കുടുംബം ആരോപിക്കുന്നത് ഇത് കൊലപാതകമാണെന്നാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ആ CCTV ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാം. കാറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അരുൺ, കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസ് എന്താണ് പറയുന്നത്? ഈ കൊലപാതക കുറ്റത്തിനാണോ FIR ഇട്ടിരിക്കുന്നത്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? മാത്രമല്ല, നേരത്തെ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ട് അരുൺ, ഈ വാഹനം അപകടം നടന്നാൽ വന്ന പരിശോധനകൾ നടത്തി ഫോറൻസിക് പരിശോധനകളോ മറ്റെന്തെങ്കിലും നടത്തേണ്ടതുണ്ട് എങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട ചോരപ്പാടുകളോ മറ്റോ ഉണ്ട് എങ്കിൽ വാഹനം കൃത്യമായി പരിശോധിച്ച് അതൊക്കെ രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് സാധാരണ വാഹനം അവിടെ നിന്ന് മാറ്റാറുള്ളത്. ഈ ഘട്ടത്തിൽ വാഹനം നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം വീണ്ടും തിരികെ കൊണ്ടുവന്നിടുകയാണ് ചെയ്തത്. ഇതിലും എന്തോ സംശയിക്കാനില്ലേ എന്നൊരു തോന്നൽ. വിശദാംശങ്ങൾ എന്താണ് അരുൺ? എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കൊലപാതക കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. CISF ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 2 പേരും കസ്റ്റഡിയിലാണ്. ഒരാൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണെന്നുള്ളതാണ് അറിയുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. ഈ കാറാണ് ആ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ച് മീറ്ററുകളോളം ദൂരം വലിച്ചിരിച്ചു കൊണ്ടുപോയത്. ഈ കാർ ഓടിച്ചിരുന്നത് CISF ഉദ്യോഗസ്ഥരായിരുന്നു. അതിലൊരു SIയും ഒരു കോൺസ്റ്റബിളും ഉണ്ടായിരുന്നുള്ളതാണ് അറിയുന്നത്. ഇവർ 2 പേരും ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. ഈ കൊല്ലപ്പെട്ട യുവാവും ഇവരുമായിട്ട് റോഡിൽ വെച്ച് തർക്കമുണ്ടായി. സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായെന്നുള്ളതാണ് അറിയുന്നത്. ഇതിനെ തുടർന്ന് അവർ ആ തർക്കവുമായി കുറച്ചുകൂടി മുന്നോട്ട് വന്നു. അതിനിടയ്ക്ക് ഈ കാറ് യുവാവ് തടഞ്ഞു. ആ തടഞ്ഞപ്പോഴാണ് യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കാറ് മുന്നോട്ട് പോയത്. നമുക്ക് ഈ കാണുന്ന സ്ഥലത്താണ് യുവാവ് വന്ന് വീണത്. ഈ റോഡിൽ തന്നെ കാണാം മീറ്ററുകളോളം ടയറിൻ്റെ പാട്, ബ്രേക്ക് പിടിച്ചതിൻ്റെ പാടാണെന്നാണ് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ അതിദാരുണമായിട്ടാണ് ആ യുവാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. രാത്രി 11 മണിയായിരുന്നു സമയം. നാട്ടുകാർ ഇവിടെ അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്, പക്ഷേ അവരാരും ദൃക്സാക്ഷികളല്ല എന്നുള്ളതാണ് അറിയുന്നത്. എല്ലാവരും സംഭവത്തിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. നേരത്തെ മോത്തി പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത് ഈ കാറ് നേരത്തെ തന്നെ ഇവിടെ നിന്ന് എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. നമ്മൾ രാവിലെ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ആ കാറ് അതിവേഗം ഈ സംഭവം നടന്ന സ്പോട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ഇടുകയായിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. 10 മണിയോട് കൂടി അവർ എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. ഈ കാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഇപ്പോൾ ഇതാ തിരികെ കൊണ്ടുവന്ന് ആ സ്ഥലത്ത് ഇട്ടിരിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കാറ് കടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അരുൺ ശങ്കർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ, അവരുടെ വിശദാംശങ്ങൾ, വ്യക്തി വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ. അതെ, ഒരു CISFന്റെ ഒരു SIയും കോൺസ്റ്റബിളിനെയാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. വിനയ് കുമാർ എന്നാണ് ഒരാളുടെ പേര്. ഇവർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. നിങ്ങൾ ഈ സംഭവം അറിഞ്ഞെത്തിയതാണോ അതോ ഇന്നലെ ഉണ്ടായിരുന്നു? ഇല്ല, സംഭവ സ്ഥലത്തില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവിടെ ഉള്ളവരാണോ? ഞാനിവിടെ താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിക്കുന്നു. ഈ മരിച്ചാളെ അറിയാമോ? ഇല്ലല്ല, ഒന്നും അറിയത്തില്ല. ഇതിലുള്ള ഒരുപാട് നാട്ടുകാർ കൂടിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഇതിൽ പല ആൾക്കാരും ഈ സമയത്ത്, ഈ സംഭവം നടന്ന സമയത്ത് ഇവിടേക്ക് എത്തിയാണ്. നിങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ? ഈ സംഭവം നടന്ന സംഭവം നടക്കുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങള് രാവിലെയാണ് ഓരോരുത്തർ അറിഞ്ഞ ന്യൂസ്. രാവിലെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നത്. ചേട്ടൻ ആ സമയത്ത്? ഞാൻ ലാസ്റ്റ് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു ബോണറ്റ് മറ്റേ ആൾ അവിടെ കിടപ്പുണ്ടായിരുന്നു, മറ്റേ ആളെങ്കിൽ അപ്പുറം കിടപ്പുണ്ടായിരുന്നു. ബോണറ്റിൽ ഇരിക്കുമായിരുന്നു അയാൾ? അതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ വരുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്, ആളവിടെ കിടപ്പുണ്ട്. രണ്ടുപേരെ പിടിച്ചില്ലായിരുന്നു? ഈ കാറിന്റെ ഡ്രൈവറും ഡ്രൈവറൊന്നും അറിയില്ല. 2 പേരെ കിടപ്പുണ്ടായിരുന്നു. അത് നമുക്കറിയില്ല. അല്ല, ഒരാൾ ഇവിടെയും ഒരാൾ ആ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. 2 പേരും നമ്മൾ ആശുപത്രിയിലേക്ക് ആംബുലൻസ് വിളിച്ചപ്പോൾ തന്നെ കയറ്റിവിട്ടത് കൊണ്ടുപോയി. ഒരാൾ ഓടി. അതറിയില്ല. നമ്മളപ്പോൾ സ്പോട്ടുണ്ടായില്ല. ഓടിയെന്ന് 2 പേരോട് നമ്മൾ 2 പേരോട് കിടപ്പുണ്ട്. ഈ മരിച്ച യുവാവും വേറൊരാളും? ഒരാൾ കിടപ്പുണ്ട്. അപ്പോൾ പോലീസുകാർ വന്നു, അവരുടെ ജീപ്പിൽ ഒരാളെ കയറ്റി, ഒരാളെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട്. ഈ പോലീസ് വന്നതിന് ശേഷമാണോ നിങ്ങളും വരുന്നത്? അല്ല, ഞാൻ വരുമ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട് ഓൾറെഡി. ലാസ്റ്റ് വന്ന അപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട്.
അവരെ വന്ന് അവരുടെ ജീപ്പിൽ ഒരാൾ നമ്മൾ ആൾക്കാരെ കൂടി പിടിച്ചേറ്റി മറ്റേ ആളെ ആംബുലൻസും പിടിച്ചേറ്റി അങ്ങനെ ആശുപത്രിയിലേക്ക് ഉണ്ട്. ബാക്കി സംഭവം നമുക്കറിയില്ല. യുവാവിന്റെ ജീവൻ അതൊന്നറിയില്ല. സ്ഥലത്ത് അങ്ങനെ ഈ മത്സരോട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇവിടെ മത്സരോട്ടം അങ്ങനെ മത്സരം ഓടിക്കാൻ പറ്റിയ വഴിയല്ലല്ലോ അത്. പിന്നെ നിറച്ച ആൾക്കാർ ഒരു വാടകക്കാരൊക്കെ ഒരുപാട് തിങ്ങി പറക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതുവഴി എങ്ങോട്ട് പോകാൻ പറ്റും? എയർപോർട്ടിന്റെ അവിടെ കയറാൻ മെയിൻ റോഡിലേക്ക്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അങ്കമാലിക്ക് പോകും. പിന്നെ റൈറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് തന്നെ പോകും. എയർപോർട്ടിലേക്കാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്കമാലിക്ക് പോകും. ഏത് വഴി പോയാലും എയർപോർട്ടിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ രാത്രി ആളുകൾ ഒരുപാട് ആളുകൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം എയർപോർട്ടിലേക്കുള്ള വഴിയായതോടുകൂടി തന്നെ ഇടവഴിയായതോടുകൂടി തന്നെ വളരെ വേഗത്തിൽ എത്താം എന്നുള്ളതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ഉപയോഗിക്കുന്ന വഴി കൂടിയാണ് ഇത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ആ തർക്കമുണ്ടായി മുന്നോട്ട് വന്ന് പിന്നെ ഈ സമീപത്ത് വെച്ചിട്ടാണ് ഈ യുവാവിനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഈ കാറ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് യുവാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഒരു 3/4 മണിക്കൂർ മുമ്പാണ് ഈ വാഹനം ഇവിടെ കൊണ്ടിട്ടത്. അതിനു മുമ്പ് സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടതുണ്ട്. ഈ കാറിലുണ്ടായിരുന്ന ഒരാൾ പരിക്കേറ്റ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാളുടെ മൊഴിയൊക്കെ ഉൾപ്പെടെ രേഖപ്പെടുത്തണം, അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തണം. അത്തരം നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഭാഗമായിട്ടാണ് എങ്ങനെയാണ് അരുൺ പരിക്കേറ്റത്? ഈ വാഹനം അതിവേഗത്തിൽ വരുന്ന സമയത്ത് പരിക്കേറ്റതാണോ? അതെങ്ങനെ സംഭവിച്ചു? അക്കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അങ്ങനെ വാഹനത്തിനുള്ളിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ പരിക്കേറ്റു എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു പക്ഷേ നാട്ടുകാർ ആ സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാർ മർദ്ദിച്ചിരിക്കാം എന്നുള്ളതാണ് നിഗമനം. പക്ഷേ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലാതെ അയാൾക്ക് പരിക്കേൽക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ യുവാവും ഇയാളുമായിട്ടുള്ള മൽപ്പിടുത്തമോ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും മർദ്ദനമോ ഒക്കെ ഏറ്റിരിക്കാം. അതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കാറിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ ആശുപത്രിയിലാണ്. ഈ നാട്ടുകാർ തന്നെയാണ് ഈ മരിച്ച യുവാവിനോടൊപ്പം അയാളെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് വിട്ടത്. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാൾക്ക് എങ്ങനെ പരിക്കേറ്റു എന്നുള്ളത് ഇനി അറിയേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും 2 പേരാണ് ഈ സംഭവത്തിലെ പ്രതികളാകാൻ സാധ്യതയുള്ളത്. ഈ കുടുംബം ആരോപിക്കുന്നത് കൊലപാതകം ആണെന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയാണ് നാട്ടുകാരും പറയുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതായത് ബോധപൂർവം ഒരു യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇനി കേസ് അന്വേഷണത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടത്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയായിരുന്നു. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഐബിൻ ഈ വിമാനത്തിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ അങ്കമാലി സ്വദേശിയായാണ്. ഒറ്റ നിമിഷം കൊണ്ടാണ് അയാളുടെ ഒരു വാക്കുതർക്കമാണ് അയാളുടെ ജീവനെടുത്തിരിക്കുന്നത്. ആ വാക്കുതർക്കത്തിൽ ജീവനെടുത്തവരോ നമ്മുടെ ജീവൻ സംരക്ഷിക്കും.